ദിലീപ് പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചെയ്തൊരു മണ്ടത്തരം മഞ്ജുവിനെക്കുറിച്ച് പരാമർശിച്ചത് തന്നെയാണ്. അത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ദിലീപ് ഒരു സാഹചര്യത്തിൽ മഞ്ജുവിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നെല്ലാവരും എടുത്തു പറയുകയാണ്. മഞ്ജുവിൻ്റെ പേര് മാത്രമാണ് പുറത്തിറങ്ങിയതിന് ശേഷം ദിലീപ് ഇത്ര ഉച്ചത്തിൽ പറഞ്ഞത്. ഒരിക്കലും ദിലീപ് അത് ചെയ്യാൻ പാടില്ല. മഞ്ജുവിനെ തൊടല്ലേ എന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ദിലീപ് ഒട്ടും കേട്ടില്ല. 9 കൊല്ലം വായടച്ച് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് പറയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഒരൊറ്റ വാക്കാണ് വിനയായി മാറിയത്. പക്ഷെ അത് മഞ്ജുവിനെ വേണ്ടി പറഞ്ഞതായി. ഇത്ര ആവേശം വേണ്ടായിരുന്നു. എല്ലാം പതിയെ എന്നും വച്ചിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ താൻ കുറ്റവിമുക്തനായി എന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ദിലീപ് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞു. അത് ശരിയായില്ല. മഞ്ജുവിനെതിരെ ഇത്തരത്തിൽ പറയുമ്പോൾ അത് പ്രശ്നമാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ മഞ്ജുവിൻ്റെ പേര് വീണ്ടും പറയുകയാണ് ദിലീപ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം വിഷമമായി മാറുന്നു. ദിലീപിന് തന്നെ അത് തിരിച്ചടിയാകും. മഞ്ജുവിൻ്റെ പേര് പറയേണ്ടിയിരുന്നില്ല. മഞ്ജുവിൻ്റെ പേര് പറയാതെ സൂക്ഷിക്കണമായിരുന്നു. പുറത്തിറങ്ങി അവരോട് പ്രതികരണം നടത്തിയതൊക്കെ ശരിയാണ്. യാതൊന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞതിന് പിന്നാലെ വലിയ വെന തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. കോടതി വിധിയേട്ട് പുറത്തു വന്ന നടൻ ദിലീപിൻ്റെ പ്രതികരണത്തെ രൂക്ഷമായി വിമർശിച്ച് പലരും എത്തിയിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ സംവിധായകൻ ആലപ്പി അഷ്റഫ് കൂടി എത്തുകയാണ്. ആർക്കെങ്കിലും ദിലീപിനോട് അല്പം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ പ്രകടനം തന്നെ ഇല്ലാതാക്കുന്നുവെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ദിലീപിൻ്റെ അപ്പോഴത്തെ വാക്കുകൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന് അമർഷവും ദേഷ്യവും ഉളവാക്കുന്നതായിരുന്നുവെന്നും അതിന്റെ പ്രതിഫലനമാണ് ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന പൊതുസമൂഹത്തിന്റെ ആഹ്വാനമെന്നും സംവിധായകൻ വ്യക്തമാക്കി. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറുന്നത്. ചിലയിടങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലത്. മൗനം പാലിച്ചതിന്റെ പേരിൽ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. പക്ഷെ സംസാരിച്ചതിന്റെ പേരിൽ ഖേദിച്ചെന്ന് വരാം. മൗനം പലപ്പോഴും ബലമുള്ള ഒരു ഊന്നുവടിയാണ്. സ്വയം വീഴാതിരിക്കാനും മറ്റുള്ളവരെ വീഴ്ത്താതിരിക്കാനും ശ്രദ്ധിക്കണം. കോടതി വിധിക്ക് ശേഷം പുറത്തുവന്ന ദിലീപിന്റെ പ്രതികരണം അപ്പോൾ അനിവാര്യമായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ കലാപരമായ കഴിവ് കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മലയാള സിനിമയിലെ സമസ്ത മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഒപ്പമെത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം പെരുമാറണമായിരുന്നു. പുറത്തിറങ്ങി ഇത്രയും നാളും സംസാരിക്കാതിരുന്നത് പോലെ തന്നെ ഇരിക്കണമായിരുന്നു. എന്നാൽ അത്തരത്തിൽ അയാൾ ചെയ്തില്ല. അതാണ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പുറത്തിറങ്ങി മഞ്ജുവിനെ വെറുതെ ഇതിലേക്ക് വലിച്ചിട്ടതും അടുത്തൊരു തെറ്റെന്ന് തന്നെ എടുത്തു പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.